വളരെ നേരിട്ട് ഒരു ആക്ടറിന്റെ ഏറ്റവും വലിയ ബുദ്ധിമുട്ടുകളൊക്കെ കണ്ടിട്ടിരിക്കുന്ന ഒരാളാണല്ലേ. ആ സിനിമ കണ്ട് നമ്മുടെ ആടുജീവിതം കണ്ടു കഴിഞ്ഞ് ചേച്ചി കരഞ്ഞിട്ട് ഇറങ്ങി വരുന്ന ഒരു വീഡിയോ ഒക്കെ ഭയങ്കരമായിട്ട് വൈറലായിട്ട് ഉണ്ടായിരുന്നു. അത് ശരിക്കും കണ്ടപ്പോൾ ഞങ്ങൾക്ക് രണ്ട് കാര്യങ്ങളായിരുന്നു മനസ്സിൽ എല്ലാവർക്കും തോന്നിയത്. അതായത് ഒന്ന്, ഈ നജീബ് എന്ന് പറയുന്ന കഥാപാത്രത്തിനെ കണ്ടിട്ടുള്ള വിഷമാണോ, അതോ രാജുവേട്ടൻ എടുത്തിട്ടുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും നേരിട്ട് കണ്ടിട്ടുള്ള ഒരു മറ്റൊരാളായിരിക്കുമല്ലോ. അപ്പോൾ അതിനോടുള്ള അദ്ദേഹത്തിന്റെ ഈ ഹാർഡ് വർക്ക് ഒക്കെ ഓർത്ത് അങ്ങനത്തെ നമുക്ക് ചിലപ്പം ലൈക്ക് വാട്ട് ഓൾ ഹി ഹാവ് ടേക്കൻ ഫോർ ദിസ് എന്നുള്ളൊരു ചിന്ത നമുക്ക് വരുമല്ലോ. അപ്പൊ അതുകൊണ്ടുള്ള കണ്ണുനീരായിരുന്നു. ചോദ്യമാണോ? അതെ, ശരിയായിട്ടുള്ള ഉത്തരം നജീബിന്റെ യാത്രയെ ആണ് കണ്ണു നിറയിച്ചത്. കേരളക്കര മൊത്തം മനസ്സിലേറ്റിയ ഒരു നൊമ്പരം തന്നെയല്ലേ അത്. അപ്പൊ അതുപോലെ തന്നെയുള്ളൂ എനിക്കും. നജീബിന്റെ യാത്രയാണ് മനസ്സിനെ ഏറ്റവും കൂടുതൽ ടച്ച് ചെയ്തതൊന്ന്. പിന്നെ അനിയന്റെ കാര്യം പറയാനാണെങ്കിൽ ഏറ്റവും സന്തോഷിക്കല്ലേ വേണ്ടേ, അതെ, കരയല്ലോ. അല്ല അതിലോ നമ്മൾ ഇത്രയും ഒരാൾ ഇങ്ങനെ ആ ഒരു ഹാർഡ് വർക്ക് ഒക്കെ എടുത്ത് നമുക്കൊരു സന്തോഷ കണ്ണുനീര് വരുമല്ലോ. അപ്പൊ അങ്ങനെ ആയിരുന്നു എന്ന് ചോദിക്കാം. ഹൗ വാസ് ഇറ്റ് ചേച്ചി സീയിങ് ദാറ്റ് ഫേസ്? ഹൗ വാസ് ഇറ്റ് ഫോർ യു? അതൊരു ഇറ്റ് ടുക്ക് എ വൈൽ ആൻഡ് ഈ പറഞ്ഞ ഒരു ക്ലോസ് പ്രോക്സിമിറ്റിയിൽ എല്ലാ ദിവസവും ഇങ്ങനെ കാണുകയും അതില്ലല്ലോ, അത് ഓരോ ഘട്ടം ഘട്ടമായിട്ടല്ലേ ഓരോ കാര്യങ്ങൾ ഒരു മാറ്റം കാണുന്നത്. പലപ്പോഴും ഇടയ്ക്കിടയ്ക്ക് വെച്ച് കാണുമ്പോൾ ചില സമയത്ത് താടി ഉണ്ടാവും, ചില സമയത്ത് താടി ഉണ്ടാവില്ല, ചില സമയത്ത് മണ്ണുണ്ടാവും, ചില സമയത്ത് വലിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഫുൾ ആ യാത്രയിലാണ് ഏറ്റവും വലിഞ്ഞിരിക്കുന്ന അവസ്ഥയിൽ ശരിക്കും ഷോക്കിംഗ് ആയിരുന്നു ആക്ച്വലി. പക്ഷെ അതൊരു മോർ ദൻ എനിത്തിങ് എൽസ് എനിക്ക് തോന്നുന്നു ഒരു ആക്ടറെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ കുടുംബത്തിൽ എല്ലാവരും അഭിനയിക്കുന്നത് കൊണ്ട് നമ്മളെക്കാളും നന്നായി വേറെ ആർക്കും മനസ്സിലാക്കാൻ പറ്റില്ല. അതിനകത്ത് ഏറ്റവും കൂടുതൽ നമ്മൾ സപ്പോർട്ടീവ് ആവുന്നതും എനിക്ക് തോന്നുന്നു ആക്ടേഴ്സ് തന്നെ ഫാമിലിയിലുള്ളത് കൊണ്ട് തന്നെ ആവാം. പിന്നെ ഡെഫിനറ്റ്ലി രാജു ഓൺ ദാറ്റ് റിഗാർഡ് ഏതൊരു ആക്ടറും അവരുടേതായ ഒരു പെർസീവറൻസും ഒരു വല്ലാത്തൊരു ഡ്രിവൺ പാഷൻ ഉണ്ടല്ലോ. അതിലേക്ക് മാക്സിമം നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യണം എന്നല്ലേ നമ്മളെല്ലാവരും പഠിച്ച് വളർത്തുന്നത്. അത് ചെയ്യുമ്പോൾ നമുക്കത് കാണുമ്പോൾ സന്തോഷമല്ലേ ഉണ്ടാവുക. അതൊരു വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ ഒരു ഭയങ്കര ഇൻസ്പിറേഷൻ, ഒരു മോട്ടിവേഷൻ സെറ്റ് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് ഞങ്ങളെല്ലാവരും വളരെ വളരെ അഭിമാനത്തോടു കൂടി മനസ്സിൽ കൊണ്ടു കിടക്കുന്ന ഒരു യാത്ര തന്നെയാണ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ബിഫോർ വി മൂവിങ് ഓൺ, ഇന്ദ്രേട്ടൻ എന്ത് പറഞ്ഞു ഇത് കണ്ടപ്പോൾ, ഈ ഒരു സിനിമ കണ്ടതിനുള്ള ഇന്ദ്രേട്ടന്റെ ഒരു റിയാക്ഷനും കൂടെ ഒന്ന് ജസ്റ്റ് നമുക്ക് അറിയാം. ബിറ്റ്സ് ആൻഡ് പീസസ് ആയിട്ട് നമുക്കറിയാം. കാരണം ഇതിപ്പോ ഇത്രയും കാലമായിട്ട് നമ്മുടെ കുടുംബത്തിലുള്ള ഒരാളുടെ യാത്രയിൽ നമ്മളും ഒരു ഭാഗമാണ്. അപ്പൊ നമുക്ക് അതിന് കുറെ ഇൻഫർമേഷൻസ് ഉണ്ട്. ഓൾ ടുഗെദർ എല്ലാം സ്ക്രീനിൽ കാണുമ്പോൾ നമ്മൾ ഇതുവരെ കേട്ടിട്ടുള്ള കഥകൾക്ക് ഒരു വിഷ്വൽ എക്സ്പീരിയൻസ് ആണ് നമ്മൾ കാണുന്നത് അല്ലേ. പിന്നെ പുസ്തകം വായിച്ച ആൾക്കാരുടെ എക്സ്പീരിയൻസ് വേറെയാണ്. സിനിമയിൽ നമ്മൾ വിഷ്വലി കാണുന്ന എക്സ്പീരിയൻസും വേറെ തന്നെയാണ്. അപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ മലയാളവും ഇംഗ്ലീഷും രണ്ടും സെപ്പറേറ്റ്ലി വായിച്ചിട്ടുണ്ട്, സിനിമയും കണ്ടിട്ടുണ്ട്. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അതിനകത്ത് തോന്നുന്ന ഒരു അപ്രോച്ച് ആയിരിക്കില്ല പൃഥ്വിയുടേത്, അതായിരിക്കില്ല ഇന്ദ്രിയത്തിൻ്റെത്. അപ്പോൾ ഒരു ഓഡിയൻസ് എന്ന രീതിയിലാണ് നമ്മളെല്ലാവരും സിനിമ ആസ്വദിച്ചത്. ഒരു ബ്രദർ എന്ന രീതിയിൽ തീർച്ചയായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മനസ്സിൽ എന്നും അഭിമാനത്തോടു കൂടി തന്നെ ഞങ്ങൾക്ക് ഓർത്തു വെക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഞാൻ ഇതിന് മുന്നേ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞൊരു കാര്യം, നമ്മുടെ കൂട്ടത്തിലുള്ള നമ്മുടെ കുടുംബത്തിലുള്ള നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആൾക്കാർ അച്ചീവ് ചെയ്യുമ്പോൾ അത് നമ്മൾക്കും കൂടെ അതിനകത്തൊരു പങ്ക് നമ്മുടെ മനസ്സിൽ വന്നു പോകും. ആ ഒരു എന്താ പറയുക, ഒരു ക്രെഡിറ്റിന്റെ ഒരു ഫീലിംഗ് ഉണ്ടല്ലോ. ആ ഒരു അദ്ദേഹത്തിന്റെ അച്ചീവ്മെന്റ് നമ്മുടെയും കൂടെ ഒരു ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ് അല്ലേ. അപ്പോൾ ആ ഒരു ഫേസിലൂടെയാണ് ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും അതിനെ കാണുന്നത്. തീർച്ചയായിട്ടും ചേട്ടൻ അതല്ലേ ഉണ്ടാവുള്ളൂ, അതോ അതിന് മേലെയും